നിങ്ങളൊരു മഹാനാണെന്ന് ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി പറയുമ്പോഴും എളിമയോടെ നിൽക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ മഹത്വം. മാലാഖമാരെ പിശാചുക്കളാക്കിയത് അഹങ്കാരമായിരുന്നു. മനുഷ്യനെ മാലാഖയാക്കുന്നത് എളിമയാണ്. നമ്മുടെ മുറ്റത്തെ മാവിൻ്റെ അല്പം വിശേഷങ്ങളിലേക്കാണ്. കുറച്ച് നാൾ മുമ്പ് വരെ 10-15 അടി ഉയരത്തിൽ ഏതാണ്ട് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റിനൊപ്പം തല ഉയർത്തി നിന്ന മാവായിരുന്നു. പക്ഷേ മാങ്ങ വിരിഞ്ഞ് വലുതായി അതിന് ഭാരം കൂടിയപ്പോഴേക്കും മാവിൻ്റെ കൊമ്പ് വളഞ്ഞ് നിലത്ത് തൊടാറായി. മാങ്ങയൊക്കെ നിലത്ത് മുട്ടിയതുപോലെയായി. ഇതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ യഥാർത്ഥ മഹത്വം. മഹത്വം ഓരോ വ്യക്തിയും എടുത്തു കാണിക്കുകയല്ല, മറ്റുള്ളവരാണ് കണ്ടെത്തുന്നത്. എളിമയും വിനയവുമൊക്കെയാണ് മഹത്വത്തിൻ്റെ മുഖമുദ്ര. അങ്ങനെ മാങ്ങ നിലം തൊട്ട് നിൽക്കുകയാണ്. നമ്മളെത്ര കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ വളർത്തിയെടുക്കുന്നത്. പക്ഷേ ഈ മാങ്ങ നമുക്കൊന്ന് വൃത്തിയായി ഭദ്രമായി കിട്ടണമെങ്കിൽ ചെറിയ ചില പണികളുണ്ട്. ഞങ്ങൾ ഈ മാങ്ങകൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ നൈലോൺ തുണി മേടിച്ചിട്ട്, നൈലോൺ വല മേടിച്ചിട്ട് ചെറിയ സഞ്ചികൾ തയ്ച്ച് മാങ്ങ അതിനുള്ളിലാക്കി. ഇതിപ്പോൾ ചെറുതായിരുന്നപ്പോൾ തന്നെ കെട്ടിയിരുന്ന സഞ്ചിയാണ്. എല്ലാവർക്കും കാണാൻ വേണ്ടി ഒന്ന് അഴിച്ച് കെട്ടിയിരുന്നു എന്നേ ഉള്ളൂ. ഇങ്ങനെ കെട്ടുമ്പോൾ ഇതിന് വായുവും കിട്ടും, വെളിച്ചവും കിട്ടും. എന്നാൽ ആവി നിറഞ്ഞ് അത് കേടാവില്ല. പ്ലാസ്റ്റിക് കൂടിൽ കെട്ടിയാൽ ആവി പിടിച്ച് മാങ്ങ ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. ഈച്ച കുത്തിപ്പുഴു മാങ്ങയ്ക്കകത്ത് കയറുന്നതാണല്ലോ ഒരു പ്രശ്നം. അതിനെ തടയാൻ വേണ്ടിയാണിത്. പക്ഷേ എല്ലാ മാവിലും, വലിയ പൊക്കമുള്ള മാവിലും എല്ലാ മാങ്ങയിലും ഇങ്ങനെ ചെയ്യാമോ എന്നാരും ചോദിച്ചു പോകും. അത് സാധ്യമല്ല. ഇതിങ്ങനെ മുറ്റത്തൊക്കെ നിൽക്കുന്ന ചെറിയ മാവിൽ കയ്യെത്തും ദൂരത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കെട്ടാം. ഏതാണ്ട് 600-700 ഗ്രാമാണ് ഓരോ മാങ്ങയുടെയും ശരാശരി തൂക്കം. എന്ന് വെച്ചാൽ ഒരു 50 മാങ്ങ ഉണ്ടെങ്കിൽ 25 കിലോ എങ്കിലും, 25-30 കിലോ അതിൽ കെട്ടി തൂക്കിയിട്ടതുപോലെയാണ്. മാങ്ങകളെല്ലാം തീരുമ്പോൾ കൊമ്പുകൾ പഴയപടി ആയേക്കാം. ഏതായാലും ഈ വർഷം ഞങ്ങൾ ചെയ്ത ഒരു പരീക്ഷണമാണ്. കഴിഞ്ഞ വർഷമൊക്കെ കിട്ടിയ മാങ്ങ ഒത്തിരി കേടായിരുന്നു. ഇതുപോലെ മുറിച്ചെടുക്കുമ്പോൾ അകത്ത് കേട്, പുഴുക്കുത്ത്, ചിലപ്പോൾ കീടങ്ങൾ തന്നെ കണ്ടെന്ന് വരാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കഴിക്കാനൊരു സുഖമില്ല. പക്ഷേ വൃത്തിയായിട്ട് മാങ്ങ കിട്ടിയാൽ ഇതുപോലെ നല്ല കഷണങ്ങളാക്കി, എന്തൊരു നിറമാണ്, കാണാൻ തന്നെ എന്തൊരു ചന്തമാണ്. നല്ല സുഖമായി കഴിക്കാം, മക്കൾക്ക് കൊടുക്കാം, അതിഥികൾക്ക് കൊടുക്കാം. ചെറിയൊരു ജോലി കൊണ്ട് നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ.